നമസ്കാരം. ഇലക്ട്രിക് വാഹന രംഗത്തുള്ള തൊഴിൽ സാധ്യതകൾ ഇന്ന് വളരെയധികം കൂടുതലാണ്. എന്താണ് ഇലക്ട്രിക് വാഹനം എന്നുള്ളത് ലൈവായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ഒരു ഇലക്ട്രിക് ടൂ വീലറിൽ എന്തെല്ലാം സിസ്റ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അഡ്വാൻസ് ട്രെയിനിങ് ടേബിളിൽ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ പേര് മോട്ടോർ കൺട്രോൾ യൂണിറ്റ് എന്നാണ്. ഇതിൽ 48 വോൾട്ടേജും അതുപോലെ തന്നെ 60 വോൾട്ടേജും സപ്പോർട്ടാവുന്ന രീതിയിലുള്ള മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ആണിത്. ഇതിൻ്റെ പേര് DC to DC കൺവേർട്ടർ എന്നാണ്. ഹൈ വോൾട്ടേജ് വരുന്ന DC-നെ ലോ വോൾട്ടേജ് DC ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് DC to DC കൺവേർട്ടർ എന്നുള്ളത്. ഇത് ഡിജിറ്റൽ ക്ലസ്റ്റർ എന്നാണ് ഇതിനെ പറയുക. ഡിജിറ്റൽ മീറ്റർ എന്ന് പറയും. നമ്മുടെ സാധാരണ വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്പീഡോമീറ്റർ സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് വാഹനം ഓടുന്ന ഓഡോമീറ്റർ റേഞ്ച്, അതുപോലെ തന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എല്ലാം നമുക്ക് വ്യക്തമായി, അതുപോലെ വാണിങ്ങുകൾ എല്ലാം വ്യക്തമായി നമുക്കിതിൽ ഡിസ്പ്ലേ ആകുന്നുണ്ട്. ഇത് ഫ്യൂസ് ബോക്സ് ആണ്. ഇതിൻ്റെ എല്ലാ കൺട്രോളിങ്ങിലും വരുന്ന ഫ്യൂസുകൾ ഈ ഫ്യൂസ് ബോക്സിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു. ഏകദേശം 1 കിലോവാട്ട് പവറിലുള്ള ഒരു ട്രാക്ഷൻ മോട്ടോറാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് ഉള്ളത്. ഈ ട്രാക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണയായിട്ട് ലോ സ്പീഡ് ടൂ വീലറിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ട്രാക്ഷൻ മോട്ടോറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വന്ന് ഏകദേശം 35 തൊട്ട് 40 കിലോമീറ്റർ സ്പീഡിൽ ആണ് ഈ ഒരു മോട്ടോർ ചലിക്കുന്നത്. കൂടാതെ ഇതിൽ റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ഡിവൈസാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 സ്പീഡാണുള്ളത്. ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡാണുള്ളത്. കൂടാതെ ഇതിലൊരു റിവേഴ്സ് പോർഷനും കൂടെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാർട്ട് ഇത് നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ആക്സലറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് EV-യിൽ നമ്മൾ പറയുന്നത് ഇതിന് ത്രോട്ടിൽ എന്നാണ് നമ്മൾ പറയുന്നത്. 48 വോൾട്ട് പവർ ഇൻപുട്ട് പവർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഈ ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് സിസ്റ്റത്തിനെ നമ്മൾ റൈഡ് ചെയ്യിപ്പിക്കുന്നത്.